സുഖാണോ എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ കുറെ നാളായല്ലേ എങ്ങനെയിരുന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാനൊരു ഡയറ്റ് വീഡിയോന്റെ പുറകെയായിരുന്നു. എഗ് ഡയറ്റ് ആണ് ചെയ്തത്. 3 kg ആണ് കേട്ടോ കുറച്ചത്. 3 ദിവസം കൊണ്ട് 3 kg കൊണ്ട് കുറച്ചു. അപ്പൊ നിങ്ങൾക്ക് ഡയറ്റ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കിന്റെ റിവ്യൂ ആയിട്ടാണ്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ആയുർവേദ ഫേസ് പാക്ക് ആണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണേ. അപ്പോൾ ഈ ഫേസ് പാക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മളുടെ ഏതോ ഒരു വീഡിയോന്റെ താഴെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി വന്ന് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായി, ചേച്ചി ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇതൊന്ന് യൂസ് ചെയ്തിട്ട് ചേച്ചിയുടെ റിവ്യൂ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ് ഫേസ് പാക്ക് എന്ന് ചോദിച്ചാല് ഔഷധിയുടെ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചു, ബാംഗ്ലൂരൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് സംഭവം കിട്ടിയില്ല. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ കോട്ടക്കലിന്റെയും അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ആയുർവേദ മരുന്നുകളുടെ അവരുടേതായിട്ടുള്ള ഷോറൂമാണ് കേട്ടോ ഉള്ളത്. അല്ലാതെ നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാ മരുന്നുകളും കിട്ടുന്ന നാട്ടുമരുന്ന് കടയും പച്ചമരുന്ന് കടയും പോലത്തെ കടകളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ നാട്ടിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് പോയപ്പോ അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വൈദ്യന്റെ ആയുർവേദ കടയുണ്ട്. അവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത്. നമ്മുടെ നാട്ടില് സാധാരണ ഒരു മെഡിക്കൽ ഷോപ്പ്, അതായത് ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ ഈ സംഭവം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ ആദ്യം തന്നെ പറയാം. 162 രൂപയുള്ളൂ കേട്ടോ. അഫോർഡബിൾ ആണ്, നല്ല അഫോർഡബിൾ ആണ്. കുറെ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാനിത് വാങ്ങിച്ചിട്ട് 1 മാസത്തിൽ കൂടുതലായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിന്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്താണ് വരുന്നത്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴേ നമ്മൾ ധാത്രിയുടെ ഫേസ് പാക്ക് ഇല്ലേ, അതേപോലെ തന്നെയാണ് ഇതിന്റെ പാക്കേജിങ്ങും. അതുപോലെ ഇതിന്റെ ഉള്ളിലത്തെ ഒരു ടബ് എന്ന് പറയുന്നത് സെയിം ആണ്. ധാത്രിയുടെ ഫേസ് പാക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, അതുപോലെ തന്നെയുണ്ട് കാണാൻ. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതായത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാൾ മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിലത്തെ ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഓൾ ക്ലിക്ക് ചെയ്താലാണ് നമ്മളിടുന്ന എല്ലാ വീഡിയോസിന്റെയും പോസ്റ്റിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ, മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആ കാർഡ്ബോർഡ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ടബിനകത്താണ് പ്രോഡക്റ്റ് വരുന്നത്. നേച്ചേഴ്സ് ഓൺ വേ ടു ഫെയർനെസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫെയർ ആവാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആയുർവേദ പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 162 രൂപയാണ് വരുന്നത്. പിന്നെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലൊക്കെ ബാഗിലാക്കി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ലീക്ക് ആവാത്ത നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് പ്രോഡക്റ്റ് വരുന്നത്. പിന്നെ ഇത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൊടുത്തിട്ടുണ്ട്. ഓയിലി സ്കിൻ ആണെങ്കിൽ ക്യാരറ്റ് ജ്യൂസ്, അതുപോലെ പോമഗ്രനേറ്റ് ജ്യൂസ്, നമ്മളെ മാതള നാരങ്ങയുടെ നീരില്ലേ, അല്ലെങ്കിൽ പിന്നെ തക്കാളി നീരിൻ്റെ ഒപ്പം യൂസ് ചെയ്യാം. റെഗുലർ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടറിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. പിന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ തേനോ അല്ലെങ്കിൽ പാല് തൈരിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഓയിലി സ്കിന്നാണ് കേട്ടോ, ഞാൻ തക്കാളി നീരിൻ്റെ ഒപ്പമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എങ്ങനെയാണ് മിക്സ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ടബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു അലുമിനിയം ഫോയിലുകൊണ്ട് അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. ഒരു കസ്തൂരി മഞ്ഞളുടെ പൊടിയില്ലേ, അതുപോലെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനിത് സാധാരണ തക്കാളി നീരിൻ്റെ ഒപ്പമാണ് ഉപയോഗിക്കാറ്. എൻ്റെ ഓയിലി സ്കിന്നാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പോമഗ്രനേറ്റ് നീരിൻ്റെ ഒപ്പം മാതള നാരങ്ങ നീരിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. കാരണം മാതള നാരങ്ങയുടെ നീര് നമ്മളുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. പക്ഷെ നമുക്കത് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല, എല്ലാ സീസണിലും കിട്ടണമെന്നില്ല, പിന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കണമെന്നില്ല അല്ലേ. തക്കാളിയൊക്കെ ആകുമ്പോൾ നമ്മളുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ തക്കാളി വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുക. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ. ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുക്കാറ്. ഞാനിത് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സ്പൂണാണ്. അപ്പോൾ ഇതിലൊരു 1.5 സ്പൂൺ മാത്രം ഞാൻ എടുക്കാറുള്ളൂ. നമ്മളുടെ മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ധാരാളം. എന്നിട്ട് ആവശ്യത്തിന് തക്കാളി നീര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും. ഹലോ, അപ്പോൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ഇത് ഞാൻ എൻ്റെ രാവിലത്തെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിലാണ് ഉൾപ്പെടുത്താറ്. രാവിലെ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഈ ഒരു ഫേസ് പാക്കാണ് ഇടാറ്. അപ്പോൾ മുഖത്ത് നന്നായിട്ട് പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ.
ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടായിരുന്നു പാടുകൾ, അതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കോംപ്ലക്ഷൻ ഒരു 2 ഷെയ്ഡ് വരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ സൺ ടാൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ബൈക്കൊക്കെ ഓടിച്ച് ഓഫീസിൽ പോണ കാരണം മുഖത്ത് നന്നായിട്ട് കരിവാളിപ്പ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെ കറുപ്പ് നിറമൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂക്കിന്റെ സൈഡിൽ ഇവിടെ ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വര പോലെ ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. ഇതിൽ കെമിക്കൽസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഉള്ളൊരു കാര്യം, ഇത് ആയുർവേദ ഫേസ് പാക്ക് ആയതുകൊണ്ട് നമുക്കൊരു 2-3 യൂസ് കൊണ്ടൊന്നും റിസൾട്ട് കാണാൻ പറ്റില്ല. നമ്മൾ എന്നും മുടങ്ങാണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ പെട്ടെന്നൊരു മാറ്റം കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ മുഖത്ത് ഇട്ട് കാണിക്കാം. അപ്പോൾ മിക്സ് ചെയ്യേണ്ട ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകുക. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡറൊക്കെ വെച്ചിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിങ്ങനെ മുഖത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഫേസ് പാക്ക് പൗഡർ കാണാനായിട്ടൊരു മഞ്ഞളിന്റെ പോലെ ആയിരുന്നെങ്കിലും നമ്മൾ ഇട്ട് വരുമ്പോണ്ടല്ലോ രക്തചന്ദനൊക്കെ അപ്ലൈ ചെയ്ത പോലെ ആയിരിക്കും. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കയറി വരികയാണെങ്കിൽ നമ്മുടെ മുഖം കാണുകയാണെങ്കിൽ ഞെട്ടൂട്ടാ, അതുപോലെയാണ് ഇരിക്കുക. അതുകൊണ്ട് ആരും ഇല്ലാത്ത ടൈമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടണത് അപ്പൊ ചെയ്യാട്ടോ. ഏറ്റവും ബെസ്റ്റ് ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി ചെയ്യണതായിരിക്കും. പിന്നെ ഇത് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോ തക്കാളി നീരൊക്കെ ആണെങ്കിൽ കണ്ടില്ലേ നന്നായിട്ട് മുഖത്ത് സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെന്താ, ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴേ കൈ ഒന്ന് നനച്ചതിന് ശേഷം പിന്നെയും ഒന്ന് മുഖത്തൊന്ന് ഇങ്ങനെ തൊട്ട് കൊടുക്കാം. കൈ നനച്ചിട്ട് തൊട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഈർപ്പാവില്ലേ. എന്നിട്ട് പിന്നെ അതൊന്ന് പിന്നെയും ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു സാധാരണ തണുത്ത വെള്ളത്തിൽ ഫേസ് കഴുകിക്കളഞ്ഞാൽ മതി. സോപ്പൊന്നും ഉപയോഗിക്കണ്ട കേട്ടോ. അപ്പോൾ ഈവണായിട്ട് ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നിട്ടും ബാക്കിയുണ്ട്. ഞാനിപ്പോ എന്റെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ആയുർവേദ ഫേസ് പാക്ക് ആയതുകൊണ്ടായിരിക്കണം മഞ്ഞളൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കണം മുഖത്ത് ചെറുതായിട്ട് ഒരു മഞ്ഞ കളർ ഉണ്ട്. അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ മുമ്പ് ഒന്ന് ജസ്റ്റ് ഫേസ് വാഷ് ഉപയോഗിച്ചൊരു വാഷ് ചെയ്യണം നന്നായി. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഈ ഫേസ് പാക്ക് രാത്രി യൂസ് ചെയ്യണതായിരിക്കും കേട്ടോ. ഞാൻ എന്താ ഇത് രാവിലെ ഉപയോഗിക്കണേന്ന് ചോദിച്ചാല് ഞാൻ രാത്രി വേറൊരു ഫേസ് പാക്ക് ആണ് യൂസ് ചെയ്യണേ. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫേസ് പാക്കാണ് ഞാൻ രാത്രി ഉപയോഗിക്കാറ്. കാരണം ഓഫീസിൽ നിന്ന് വന്ന് പിന്നെ ഇതെടുത്ത് മിക്സ് ചെയ്യാനൊന്നും എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഫേസ് പാക്ക് ഒരു ബയോട്ടിക്കിന്റെ ഫേസ് പാക്ക് ആണ് രാത്രിയിലത്തെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ മുഖത്ത് ഇതുപോലെ സ്റ്റെയിൻ വരുന്ന കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാത്രി യൂസ് ചെയ്യാം. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. റിസൾട്ട് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ സ്കിന്നിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഫേസ് പാക്ക് ആയുർവേദ ഫേസ് പാക്ക് ആയതുകൊണ്ട് പെട്ടെന്നൊരു റിസൾട്ട് ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. കാരണം കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്നും യൂസ് ചെയ്യുക. ഒരാഴ്ച കൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ എല്ലാവരും വാങ്ങിച്ചു നോക്കുക. വാങ്ങിച്ചിട്ട് നിങ്ങളുടെ റിവ്യൂ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഷെയർ ചെയ്യണം. അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും തുറന്ന് പറയാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു മടി വിചാരിക്കേണ്ട, എന്നൊരു ഫ്രണ്ട് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത് ചോദിക്കാം. പേഴ്സണലായിട്ട് എന്തെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളുണ്ട്. അതായത് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും അതുപോലെ മെയിൽ ഐഡിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഒന്നും ആരും ചോദിക്കേണ്ട കേട്ടോ. നമുക്കിത് ഓൺലൈനായിട്ടൊന്നും വാങ്ങിക്കാൻ കിട്ടണില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമാണ്. ഇൻ കേസ് ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആയോ വീഡിയോ? യൂസ്ഫുൾ ആയാലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.